ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. ഞാനിപ്പോൾ ആദ്യത്തെ 2 വീഡിയോയിൽ പാപ്പിലറി കാർസിനോമ അതിനെക്കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഐഡൻറ്റിഫിക്കേഷൻ ആയിരുന്നു ഞാൻ ആദ്യം രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞത്. ലൈക്ക് എങ്ങനെയാണ് കഴുത്തിൽ വന്നൊരു നോഡ്യൂള് ENT എടുത്ത് കൊണ്ടുപോയി, പിന്നെ അത് ജനറൽ പ്രാക്ടീഷണടുത്ത് പോയി ഒരു അൾട്രാസൗണ്ട് ചെയ്ത് FNA ചെയ്തിട്ട് മനസ്സിലാക്കിയെന്ന്. അപ്പം എൻ്റെ സ്ഥലം ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്തെ കിംസ് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഞാൻ FNA എല്ലാം കംപ്ലീറ്റ് ചെയ്തത്. അപ്പം സർജറിയും അവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളൊരു ഇൻറ്റൻഷൻ ആയിരുന്നു. പക്ഷേ വീട്ടിലെല്ലാവരും അത് വേണോ, നമുക്ക് RCCയിലേക്ക് പോവാം എന്ന് പറഞ്ഞ് RCCയിലേക്ക് റെഫറൻസ് വാങ്ങിക്കായിരുന്നു. ബിക്കോസ് ട്രിവാൻഡ്രത്ത് ഇപ്പം പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്ന് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സ്ഥലമാണ് RCC. പക്ഷേ എന്നെ സംബന്ധിച്ചോളം RCC എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് മാനസികമായിട്ട് ഞാൻ ഒന്നാമത്തെ കാര്യം അതുമായി പൊരുത്തപ്പെട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ RCCയിലേക്ക് പോവുക എന്ന് പറയുമ്പം കേൾക്കുന്നവർക്ക് തന്നെ അറിയാം അയ്യോ ഇങ്ങനൊരു അസുഖമാണ് എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ അത്രത്തോളം പോസിറ്റീവായിട്ടല്ല ഉൾക്കൊണ്ടതെന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. പക്ഷെ എന്താണെങ്കിലും എല്ലാവരുടെ അഭിപ്രായം മാനിച്ചിട്ട് ഞാൻ RCCയിലാണ് പോയത്. അപ്പോൾ RCCയിൽ ശരിക്കും പറഞ്ഞാൽ തൈറോയിഡ് ക്ലിനിക്ക് ഉണ്ട്. അപ്പോൾ അവർ പുറത്തുള്ള ഒരു റിപ്പോർട്ടും എടുക്കാത്തത് കൊണ്ട് നമുക്കൊരു റെഫറൻസ് ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ RCCയിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് റെഫറൻസ് ലെറ്റർ തരുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജിലുള്ളൊരു ഡോക്ടറാണ്, ഡോക്ടർ ജയറാസ് എന്ന് പറഞ്ഞിട്ട്. പുള്ളി എൻ്റെ അൾട്രാസൗണ്ടിൻ്റെ റിസൾട്ട് പ്രകാരം FNA റിസൾട്ട് പ്രകാരം എനിക്ക് അങ്ങോട്ടേക്ക് എന്നെ റെഫർ ചെയ്യുമായിരുന്നു RCCയിലോട്ട്. അങ്ങനെ RCC പോയി ഞാൻ തൈറോയ്ഡ് ക്ലിനിക്കിൽ പോയിട്ട് ഞാനൊരു ഡോക്ടറിനെ കണ്ട് അവിടെ നിന്നായിരുന്നു എൻ്റെ മുന്നോട്ടുള്ള ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർ പുറത്തുള്ള ഒരു റിസൾട്ടും അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് എനിക്കിതെല്ലാം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ എൻ്റെ FNA ഒന്നും കൂടെ ചെയ്യണം, അതിൻ്റെ ബേസിസിലാണ് അടുത്ത ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടെ വെച്ചിട്ട് എൻ്റെ ഒരു RCCയിലൊരു ഡേറ്റ് കിട്ടാമെന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു ഒരു ജനുവരി മാസമാണ് ഞാൻ RCCയിലേക്ക് പോകുന്നത്. പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ ഡേറ്റ് കിട്ടി. എനിക്കൊരു ഫെബ്രുവരി ഒക്കെ ആയപ്പോൾ തന്നെ എനിക്ക് FNA ചെയ്യാനും, ബിക്കോസ് ഫിസിക്കൽ എക്സാമിനേഷനിൽ വളരെ ക്ലിയർ ആൻഡ് എവിഡൻ്റ് ആയിരുന്നു എനിക്ക് നോഡ്യൂൾസ് ഉണ്ടെന്നും അത് ബേസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നും. പക്ഷേ FNA റിസൾട്ടും കൂടെ വരട്ടെ എന്ന് പറഞ്ഞ് എന്നെ FNAയിലേക്ക് വിടുമായിരുന്നു. അവിടെ വെച്ചിട്ട് FNA ചെയ്തപ്പം നമ്മൾ കിംസിലൊക്കെ അൾട്രാസൗണ്ട് ഗൈഡഡ് FNAയിലൂടെയൊക്കെയാണ് അവർ സാമ്പിൾ കളക്ട് ചെയ്തതും കാര്യങ്ങൾ ചെയ്തതും ഒക്കെ. അതിൽ നിന്ന് വളരെ കോൺട്രാസ്റ്റിംഗ് ആയിരുന്നു ഞാൻ പോയി RCCയിൽ ചെയ്തപ്പോൾ. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സാമ്പിൾ കെയിം ബാക്ക് ഇസ് കണ്ടാമിനേറ്റഡ്. അപ്പോൾ എൻ്റെ FNA റിസൾട്ട് വെച്ചിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാണ്ട് അവർ ഫിസിക്കൽ എക്സാമിനേഷനും ബാക്കിയുള്ള എൻ്റെ റിസൾട്ടും വെച്ച് എൻ്റെ സാമ്പിൾ എന്താണെങ്കിലും സർജറി കൺഫേം ചെയ്ത് അതിൻ്റെ ബേസിസിൽ നമുക്ക് ബയോപ്സിക്ക് അയക്കാമെന്നായി. പിന്നെ അപ്പോൾ എനിക്ക് അവർ പിന്നെ RCCയിൽ അവർ സജസ്റ്റ് ചെയ്തത് സർജറിയാണ്. സർജറിയിലൂടെ എൻ്റെ ലിംഫ് നോഡ്സും തൈറോയ്ഡ് ഗ്ലാൻഡും, പിന്നെ എനിക്ക് ടോട്ടൽ തൈറോയ്ഡക്ടമി ആയിരുന്നു പറഞ്ഞത്. എൻ്റെ ഫുൾ തൈറോയ്ഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യുക, എൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ലിംഫ് നോഡ്സ് റിമൂവ് ചെയ്യുക. അത് എത്രത്തോളം എക്സ്റ്റെൻറ്റിലുണ്ടെന്നുള്ളത് അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം അത് ബയോപ്സിക്ക് അയച്ചിട്ട് അതിൻ്റെ റിസൾട്ട് പ്രകാരം ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കാമെന്നായിരുന്നു പറഞ്ഞത്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് എപ്പോഴും പുറത്തെവിടെയെങ്കിലും പോയി ചെയ്തൊരു റിസൾട്ടുമായി RCCയിലേക്ക് പോയാലും അവിടെ എല്ലാം റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് എപ്പോഴും പുറത്തെന്തെങ്കിലും ചെയ്തിട്ട് തന്നെ RCCയിൽ പോകുന്നതായിരിക്കും നല്ലത്. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ കേസുകൾ അവിടെ ഒരുപാട് കേസിലൊരു കേസാണ്. അപ്പം അവർക്ക് എത്രത്തോളം നമ്മുടെ പുറത്ത് കിട്ടുന്ന ആ ഒരു എന്താ പറയുക, നമ്മളുടെ റിസൾട്ട് അല്ലെങ്കിൽ നമ്മുടെ ചെയ്യുന്ന ഒരു പ്രൊസീജിയറൊക്കെ ആണെങ്കിലും എത്രത്തോളം അവർക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ വരും, റിസൾട്ട് വരാനുള്ള താമസം, അങ്ങനത്തെ പല കാര്യങ്ങളുള്ളതാണ്. നമ്മുടെ മാനസികാവസ്ഥ വെച്ച് നമുക്കത് അത്രയും നാളൊന്നും വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തുണ്ടാവില്ല. അപ്പം ഏറ്റവും നല്ലത് നമ്മൾ പുറത്തൊരു സ്ഥലത്ത് ടെസ്റ്റ് എല്ലാം ഫിനിഷ് ചെയ്യുക. RCCയിലേക്ക് പോയി റിപ്പീറ്റ് ചെയ്യിക്കുമായിരിക്കും. പക്ഷേ നമ്മുടെ കേസിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യും പുറത്തുള്ള റിസൾട്ട് വെച്ച് മുന്നോട്ട് പോയി പിന്നെ ബയോപ്സിക്ക് അയക്കുന്ന സാമ്പിൾ വെച്ച് കൺഫേം ചെയ്യണോ അല്ല ഇനി ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണോ അകത്തുള്ള റിസൾട്ട് എന്നുള്ളത് തന്നെ അവർ തീരുമാനിക്കും. കാരണം കിംസിൽ എൻ്റെ FNA ചെയ്ത സ്ലൈഡ് എല്ലാം എടുപ്പിച്ച് RCCയിൽ കാണിച്ച് എൻ്റെ ആ റിസൾട്ട് വെച്ച് തന്നെയായിരുന്നു അവർ സർജറിക്ക് വേണ്ടി പ്രൊസീഡ് ചെയ്ത്. അങ്ങനെ ജനുവരിയിൽ ഞാൻ RCCയിൽ എത്തുന്നു. എല്ലാ പ്രൊസീജിയറും ഫിസിക്കൽ എക്സാമിനേഷൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്തിട്ട് എനിക്ക് ഫെബ്രുവരി മാസം എൻ്റെ സർജറി ശരിക്കും പറഞ്ഞാൽ അവർ സ്കെഡ്യൂൾ ചെയ്യണം. ഫെബ്രുവരി ഒരു 20 കഴിയുന്നതോടുകൂടി എൻ്റെ സർജറി 2019 ഫെബ്രുവരിയിൽ എൻ്റെ ടോട്ടൽ തൈറോയ്ഡക്ടമി ലിംഫ് നോഡ് റിമൂവലും അവിടെ വെച്ച് കഴിയുകയാണ്.
അപ്പോൾ ഇനി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.